രണ്ട് തല്ലു കൊണ്ടാലും സാരമില്ല. അവളുടെ മനസ്സിൽ നിന്ന് ഇനി എന്നെ വായിച്ചളയാൻ ആർക്കും പറ്റൂല. എനിക്കത് മതി. മതി മതി. നമ്മൾ ആരാ എന്താണെന്നൊക്കെ എന്നായാലും ഇവരൊക്കെ അറിയും. അതുവരെ ഉള്ളൂ പ്രേമമൊക്കെ. അത് ശരി. എന്നിട്ടാണോ അവളെ കൊണ്ട് എന്നെ കൊച്ചിനെ പ്രസവിപ്പിക്കുന്നൊക്കെ അവിടെ വെച്ച് വെച്ച് കാച്ചിയത്? അതിനെ അപ്പോഴത്തെ ആവേശത്തിന് അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞു വെച്ച് പിടിച്ച് നീ അത് കാര്യമാക്കിയ ചേട്ടായി ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച്, ആ വിഗ്രഹം അടിച്ചു മാറ്റിയാൽ പിന്നെ ഒരു വേണ്ടാത്ത പരിപാടിക്ക് ഞാൻ പോകൂല. എൻ്റെ രേവതിനെയും കൂട്ടി ആരും അറിയാത്ത ഏതെങ്കിലും നാട്ടിൽ പോയി ഞാൻ സ്വസ്ഥോട് ജീവിക്കും. തൽക്കാലം മോൻ ഇതൊരെണ്ണം അടിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ വേദനയൊക്കെ ഒന്ന് കുറയട്ടെ. അതന്നെ, എന്നിട്ട് ആലോചിക്ക കെട്ടണോ പ്രസവിപ്പിക്കണോ എന്നൊക്കെ. വെള്ളം ഒഴിച്ചില്ലേ ചതവിന് നല്ല. ഈശോമിശേഖൻ സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ അച്ചോ, എന്താ പ്രശ്നം? പോക്കിരിത്തരം മുഴുവൻ കാണിച്ചിട്ട് എന്താ പ്രശ്നം? ഇനി ഇവിടെ കിടന്നോളെ പ്രശ്നം ഉണ്ടാക്കി ഇടവക്കാർക്കട്ടെ അറിയിക്കേ. ഇനി ആരെ അറിയാൻ ബാക്കിയുള്ളത് വെച്ചോ? യവനല്ലേ കവലയിൽ നാട്ടുകാരെ മുന്നിൽ വെച്ച് വെല്ലുവിളിച്ചത് കൂടെയുള്ള തെണ്ടിയെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കുമെന്ന്. അയ്യോ അച്ചോ, ഒരു ഫൈറ്റ് ഒക്കെ കഴിഞ്ഞപ്പോ ഒരു പഞ്ചിന് വേണ്ടി അപ്പോഴത്തെ ഒരു ആവേശത്തിന് പറഞ്ഞു എന്നുള്ള നേരം. പക്ഷെ അത് കാര്യമാക്കണ്ട. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, മെമ്പറിന്റെ മോളെ അവന് ഒരുപാട് ഇഷ്ടമാണ്. അവൾക്ക് അവൻ അവളെ പൊന്നുപോലെ നോക്കുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ അന്തസ്സിന് അഭിമാനത്തിന് ചേരില്ല എന്നുണ്ടെങ്കിൽ അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അവന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരു പ്രശ്നം ഉണ്ടാകും. മതി, അത് മതി. എന്നെ മെമ്പറെ പോരെ പറഞ്ഞ് മനസ്സിലാക്കിയ അവന് കൊള്ളാം. പിന്നെ എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ അവന്റെ പൂതി നടക്കില്ലെന്ന് അവനോട് പോയി പറഞ്ഞേക്കേ. ഞാൻ പോവാച്ചോ. ഈ പുലിവാലി കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് അവനെന്ത് ചെയ്യടാ നിന്റെ അച്ചു? അവൻ കുമ്പളം നട്ടോണ്ടിരിക്കുക. സ്വന്തം പറമ്പിൽ തന്നെ അല്ലേ? അത് വെച്ചു. ഹായ്. അതെ, അറിഞ്ഞില്ലേ? അനിതേ പോലീസ് നോക്കി ആരോ ഒറ്റിയതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ അടിവാരത്തെ ബീവറേജ് അല്ലാണ്ട് എന്താക്കാനാ അല്ലേ? സംഗതി ഓളി ചെയ്തത് തെറ്റാണെങ്കിലും ആ കുട്ടിയുടെയും വയസ്സായ തള്ളയുടെയും കാര്യം ആലോചിക്കുമ്പോഴാ എന്തേലും ഒന്ന് ചെയ്യണം. ഈ വക കേസൊന്നും മെമ്പറോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മെമ്പർ മുങ്ങിയാൽ എന്നാ തെറ്റ്? കർഷക സമരം നടത്തിക്കൊണ്ടുപോയതൊന്നും അല്ലല്ലോ. സംഗതിയേ വാറ്റ് കേസാ. തൊട്ടാലേ തൊട്ടവൻ നാറും. ഓ, അവളുണ്ടാക്കി തന്ന വാറ്റ് മോന്തുമ്പം ആർക്കും ഈ നാറ്റമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. തനിക്ക് ഇത്ര തന്നെ താനം കൂടി ഒന്ന് ഇറക്കടൂ. ഇറക്കട ഇറക്കൂ, കണക്ക് കാണണം. ഇറക്കം ചെയ്യും, തന്റെ ഒക്കെ മുന്നിൽ കൂടി അവളെ കൊണ്ടുവരികയും ചെയ്യും. അല്ലേ ഏട്ടായി? ഇത് ഞങ്ങളെ കുടിവെള്ളത്തിന്റെ പ്രശ്നം. വാ ബായ്, അങ്ങോട്ട് വരെ നമ്മളെ ഹോൾഡ് എന്താന്ന് കാണിച്ചു. അല്ല, ഞാൻ നിക്കണോ ഏട്ടാ? വേണ്ട വേണ്ട, ഒന്നും പറയാൻ പറ്റില്ല, പൊയ്ക്കോ. കുറെ കാലത്തിന് ശേഷം ഗൾഫിൽ നിന്ന് വീട്ടിലെത്തിയൊരു ഫീലിംഗ് അല്ലേ? അനിത ചേച്ചിനെ ഇറക്കാൻ വന്നിട്ട് ലാസ്റ്റ് നമ്മളെ പിടിച്ചെടുത്തോ? നിങ്ങൾ രണ്ടാളും കൂടെ ഇറക്കുന്നു പറഞ്ഞ് വെല്ലുവിളിച്ചത്. ചെല്ലടാ, ചെന്നിറക്കടാ. ബായ്, എനിക്കൊരു ഐഡിയ. ബായ് മുണ്ടും മടക്കി കുത്തി നേരെ സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നു. അനിത ചേച്ചിന്റെ കൈ പിടിക്കുന്നു, സ്ലോ മോഷനിൽ തിരിച്ചു നടക്കുന്നു. അതാണല്ലോ ഹീറോയിസം. അതുകൊള്ളാം. തൽക്കാലം ഇപ്പോൾ ഉള്ള ഹീറോയിസവും നായക പരിവേഷവും കൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. ഇവിടുത്തെ ഒരു ഐഡിയ പറഞ്ഞ് എന്നെ കഞ്ഞി പാറ്റിയിട്ടല്ലേ. ഈശ്വരനെ മനസ്സ് ധ്യാനിച്ച് വാ.